വലിയ ചരിത്രമാണ്. അവിടെ KSUവിന്റെ ചരിത്രം വളരെ നീണ്ട. ഫോണിൽ ചേരുകയാണ് ജിൻഡോ ജോൺ, കേൾക്കാമോ? യെസ്, താങ്കളടക്കം നിലപാട് പറയുന്ന ഒരു വിഷയമാണ് ഇതെന്നറിയാം. ഇപ്പോൾ ഇതാ KSU അലോഷ്യസിന് മുഖ്യമന്ത്രി മുഖം കൊടുക്കുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിന് അങ്ങനെ കാര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വമായിട്ട് അങ്ങനെ വാശിയും വൈരാഗ്യം വെച്ചിട്ട് കാണാതെ പോകുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വാർത്തയിലൂടെ അറിവ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. അത് ഒരു മനഃപൂർവ്വമായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിക്ക് മറ്റു തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സമയത്തിനനുസരിച്ചിട്ട് സാഹചര്യം പോലെ അദ്ദേഹം KSU പ്രസിഡന്റും അദ്ദേഹം തമ്മിൽ കണ്ട് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിൻഡോ, നമ്മൾ ഈ ദൃശ്യം കാണുമ്പോൾ നമുക്ക് അങ്ങനെ കരുതാനേ വയ്യ. ജിൻഡോ, ആ ദൃശ്യം കാണുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നോക്കൂ, അലോഷി എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യം ഒക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ മുഖ്യമന്ത്രി അലോഷിക്ക് മുഖമേ കൊടുക്കുന്നില്ല. അല്ല, അതിന് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ തോന്നാം. പക്ഷേ അങ്ങനത്തെ ഒരു വിഷയമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ഇതൊരു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ അത്തരം അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു പ്രശ്നമല്ലല്ലോ. ആശയപരമായ രണ്ട് കാര്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. അലോഷിയോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അലോഷിയുടെ പ്രായത്തെക്കാൾ കൂടിയാൽ രാഷ്ട്രീയ പരിചയവും പാരമ്പര്യമുള്ള ആളാണ് കേരളത്തിന്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രി. അദ്ദേഹം ഒരിക്കലും KSU സംസ്ഥാന പ്രസിഡന്റിനോട് അങ്ങനെ ഒരു ഈഗോ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി ജിൻഡോ, നമുക്ക് ആ ഒരു നിമിഷത്തിലെ വ്യാഖ്യാനങ്ങളിലേക്ക് ഇനി പോകേണ്ട എന്ന് തന്നെ കരുതാം. പക്ഷേ KSUവിന്റെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ മുഖ്യമന്ത്രി ഇതിനോടകം കേൾക്കേണ്ടതല്ലേ? അത് അവരുടെ അവകാശമല്ലേ? പക്ഷെ അത് നടന്നിട്ടുണ്ടോ? അല്ല, അത് അദ്ദേഹത്തിന്റെ അടുത്ത് KSU ഭാരവാഹികൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ പ്രതികരണം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമുള്ള പ്രതികരണങ്ങളിലാണ് പിന്നീട് തമ്മിൽ കാണാൻ പറ്റാതെ വന്നത്. അപ്പോ അത് ഇനി സമയമുണ്ടല്ലോ, KSUക്കാർക്ക് കണ്ട് സംസാരിക്കാൻ സമയമുണ്ട്. അദ്ദേഹം സമയം കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജിൻഡോ, ഇപ്പൊ ജിൻഡോയുടെ വിമർശനം തന്നെ, ഇപ്പൊ പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണെന്നൊക്കെ താങ്കൾ ബുക്കിലൂടെ പങ്കുവച്ചത് കണ്ടു. ചർച്ചയായി പോലും പലരും ഏറ്റെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വരുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ശശികലയ്ക്കും കൂട്ടർക്കും പോലും കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് സ്വന്തം വിദ്യാർത്ഥി സംഘടനയിലുള്ളവർക്ക്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല, എന്തുകൊണ്ട് അനുമതി കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയേണ്ട മറുപടിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ശശികലയ്ക്കും RV ബാബുവിനും കാണാൻ അവസരം കൊടുത്തു, അതുപോലെ KSU പ്രസിഡന്റിനെ പരിഗണിച്ചില്ല എന്നുള്ള നരേറ്റീവ്, അതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ പ്രത്യേകമായി സംഘപരിവാറുകാരോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്ന ആളാണെന്ന് ഒരു തരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ബോധ്യമില്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ KSU പ്രസിഡന്റിനെ കാണാൻ അനുമതി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അതിനനുസരിച്ചിട്ടുള്ള ഭരണപരമായ തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പോയിന്റ്മെന്റ് കിട്ടാത്തത്. അപ്പൊ അതെന്താണെന്ന് KSU പ്രസിഡന്റും മുഖ്യമന്ത്രിയും സംസാരിക്കേണ്ട കാര്യമാണ്. രണ്ടുപേര് തമ്മിലുള്ള കാര്യത്തിൽ നമ്മൾ ഊഹാപോഹങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി ജിൻഡോ, ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് നന്ദി. എറണാകുളത്തെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്താ